നമ്മുടെ ആലപ്പുഴ പാതിരപ്പള്ളിയിലെ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഫിഷ് താരയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. കാന്താരി മസാല സെറ്റപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ചുവന്ന മസാല. ഇത് ഫിഷിൻ്റെ ഒരു പുതിയ ഐറ്റമാണ് മോനെ, നെമ്മീന് കൊണ്ടുണ്ടാക്കിയ സാധനം. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. എന്ന് ഷാപ്പുകളിൽ തന്നെ കയറി ഇറങ്ങിയാൽ ഒരു ഭയങ്കര മോശമല്ലേ എന്ന് ചിലർ പറയുന്നു. എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ ഇന്ന് നമ്മുടെ വലിയ സൗഹൃദങ്ങളാണ്. ആലപ്പുഴ പാതിരപ്പള്ളി എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ ഒരു വിശേഷം കൂടെയുണ്ട്. മറ്റൊന്നുമല്ല, ഈ ഡിസംബർ മാസത്തിൽ ഫിഷ് താര എന്ന് പറയുന്ന ഒരു മത്സ്യങ്ങളുടെ ഒരു കലവറ തന്നെ, രുചിയുടെ കൂട്ട് ഒരുങ്ങുകയാണ് ഈ ഡിസംബർ മാസം ആദ്യ വാരത്തോടു കൂടി. അപ്പോൾ നമ്മുടെ ആലപ്പുഴ പാതിരപ്പള്ളിയിലെ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഫിഷ് താരയിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം. വരും. നമ്മുടെ ആലപ്പുഴ പാതിരപ്പള്ളി എൻഗേജ് റെസിഡൻസിയിലെ ഫിഷ് താര സീ ഫുഡ് ഫെസ്റ്റ്. കടലിലെ മീനും കരയിലെ രുചി കാഴ്ചകൾ. നല്ല വിശാലമായ റെസ്റ്റോറൻറ്റുകളിൽ ഒന്നാണേ. ഇനി അപ്പുറത്തുണ്ട്. ഇതാ എല്ലായിടത്തും അതിൻ്റെ ഫെസ്റ്റിൻ്റെ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് താര തയ്യാറാക്കുന്ന ഓപ്പൺ കിച്ചൺ. ഓപ്പൺ കിച്ചണിൽ സംഭവങ്ങളെല്ലാം റെഡിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫെസ്റ്റ് ആരംഭിക്കുകയാണ്. ഇതാ നിരത്തി വെച്ചിട്ടുണ്ട്. ഞണ്ട്, കാളാഞ്ചി, വരാല്, കരിമീൻ, നെമ്മീൻ, കൂന്തൾ അഥവാ കണവ, കൊഞ്ച്, ആവോലി, ഇതെല്ലാം ഇത് പാനിൽ ചെയ്ത് ഇതാ 8 പാനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് തവ ഇതാ ചൂടാക്കിയിട്ടിട്ടുണ്ട്. ഇതാ പണി അങ്ങ് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ആലപ്പുഴ പാതിരപ്പള്ളി എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിൽ വരിക. ഡിസംബർ 5 മുതൽ അങ്ങോട്ട് ആരംഭിക്കുകയാണ് ഫിഷ് താര എന്ന പേരിൽ കടലിലെ മീനും കരയിലെ രുചിയും. ഇനി വർത്തമാനമില്ല, ഇനി കാഴ്ചയാണ്. കാഴ്ച കൺകുളിർക്ക കണ്ടോളൂ. കടലിലെ നല്ല വിഭവങ്ങൾ ഇപ്പം തയ്യാറാക്കും. അപ്പോൾ നമ്മുടെ ആലപ്പുഴ പാതിരപ്പള്ളിയുടെ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഫിഷ് താരയുടെ ടവ ആദ്യം തുടങ്ങാം. കാര്യം എന്ന് പറഞ്ഞാൽ ടവയിൽ ഇത് മസാല പുരട്ടി കുറച്ച് നേരം വച്ചിരുന്നാലേ ടവയിൽ കറക്റ്റായിട്ട് നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമസ്കാരം. ഷെഫ് സന്ദീപാണ് നമ്മുടെ സന്ദീപ് ഷെഫാണ് ടവ കംപ്ലീറ്റ് ചെയ്യുന്നത്. 2 തരത്തിലുള്ള മസാലയാണ് ഇത്. പറയാൻ കുഴപ്പമൊന്നുമില്ല. ഇല്ല. ആ, എന്തൊക്കെയാണ് ഇതിൽ? കാശ്മീരി ചില്ലി വരുന്നുണ്ട്, സോൾട്ട്, പിന്നെ പുളി. നമ്മൾ വാളംപുളി ഇടുമോ? മറ്റേ പുളി? കുടംപുളി. പിന്നെ അതുപോലെ പിന്നെ കാന്താരി മസാല. കാന്താരി മസാലയിൽ കാന്താരി, ചുവന്നുള്ളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പുളി. അതും മറ്റേ കുടംപുളി തന്നെ. വെള്ളം മാത്രം ഒഴിക്കും. അപ്പോൾ നമ്മുടെ ഫിഷ് താരയുടെ ടവ ഫ്രൈയുടെ സാധനങ്ങളെല്ലാം നമ്മൾ മസാല തേച്ച് വയ്ക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ആവോലി, കരിമീൻ, കാളാഞ്ചി, നെമ്മീൻ, പിന്നെ നമ്മുടെ ലൈവായിട്ട് കണവായി കൂന്തളും ചെമ്മീനും. അത് ലൈവായിട്ടാണ് മസാല. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് മസാല പുരട്ടി മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി അടുത്ത് നമ്മുടെ അംഗം. അപ്പോൾ നോക്കിയോ. അപ്പോൾ ഇത് എന്തൊക്കെയാണ് സാധനങ്ങൾ? നമ്മൾ കാന്താരി അരച്ച് വെച്ച മസാലയും, പിന്നെ തേങ്ങാപ്പാൽ, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. കാന്താരിക്ക് മുള്ളില്ലാത്ത ഭാഗമാണ് മസാല പിടിക്കാനും എല്ലാത്തിനും എളുപ്പം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് കാന്താരി മസാലയിലുള്ള സകല സാധനങ്ങളും നമ്മൾ മസാല ഇട്ട് വയ്ക്കുന്നു. ഓക്കെ. അടുത്ത് കാളാഞ്ചി, നെമ്മീൻ, കരിമീൻ.
കാന്താരി മസാല സെറ്റപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ചുവന്ന മസാല. അപ്പോൾ നമ്മുടെ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ നമ്മുടെ ഫിഷ് താര അതിൻ്റെ മഹോത്സവത്തിന് ശ്രീജിത്താണ് പോട്ട് പാൻ ഫ്രൈ അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ആവോലി, കൊഞ്ച്, കൂന്തള്, നെമ്മീൻ, കരിമീൻ, കാളാഞ്ചി, വരാല്, ഞണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. ഫസ്റ്റ് ആവോലി തുടങ്ങിക്കും. അടുത്ത് കൊഞ്ച്, ഇനി കണവ അഥവാ കൂന്തൽ, നെമ്മീൻ, കരിമീൻ പൊള്ളിച്ചത്, വരാല്, കാളാഞ്ചി, ഞണ്ട്, ആലപ്പുഴ പാതിരപ്പള്ളി എൻഗേജിലെ ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഫിഷ് താര എന്ന് പറയുന്ന മത്സ്യവിഭവങ്ങളുടെ ഉത്സവത്തിൻ്റെ ടവ ഇതാ തുടങ്ങാൻ പോവുകയാണ്. വർത്താനമില്ല, കണ്ടോ, ടവ ടവ നിറച്ചു മീൻ. ആഹാ, ഫിഷ് താരയിലെ ഉഗ്രൻ ഐറ്റംസ് ടവ, കൊഞ്ച്, കണവ, കാളാഞ്ചി, കരിമീൻ, ആവോലി, നെയ്മീൻ, 2 തരം മസാല, ചുവപ്പും അതുപോലെ തന്നെ കാന്താരി മസാല. എന്താ മണം മസാല, കണവയിൽ കാന്താരി മസാല. ഇനി ഒരു ഇളക്കുണ്ടല്ലേ, ഇനി കുരുമുളക്, ഇനി ഒരു ഇളക്കുണ്ട്, ഒരു ഇളക്കുണ്ട്. ആലപ്പുഴ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിലെ നമ്മുടെ മീൻ വിഭവങ്ങളുടെ ഉത്സവത്തിന് എല്ലാ മീനുകളും റെഡിയാണ്.
ഇനി അതെല്ലാം കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഒരു സസ്പെൻസ് നിറഞ്ഞ ഒരു നല്ല സ്ഥലത്ത് പോവാം. ഉഗ്ര സ്ഥലമാണ്. വാ. വാ. അടിപൊളി ആംബിയൻസ്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയായിട്ട് വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഫാമിലി റെസ്റ്റോറൻ്റാണിത്. ഇതാണ് നമ്മുടെ NH റോഡ്. അപ്പോൾ ഇത് ഓപ്പണാണ്. കാര്യം ഇത് ഇവിടെ നിന്നാൽ ഇങ്ങനെ ആകാശങ്ങൾ. ഇന്നിപ്പോൾ ഇത്തിരി മഴയുടെ കോളൊക്കെ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നക്ഷത്രം ഇവിടെ നിന്നാൽ കാണാൻ കഴിയാം. അപ്പോൾ മഴ വല്ലതും പെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഷട്ട് ചെയ്യും, ഇത് ഇങ്ങനെ അടയും. അടച്ചോ. അതാ ഇങ്ങനെ നമ്മുടെ ആലപ്പുഴ പാതിരിപ്പള്ളിയുടെ എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ് എൽദോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇവിടെ ഇല്ലാത്ത ഐറ്റങ്ങളൊന്നും ഇല്ല. എല്ലാ വിഭവങ്ങളും ഉണ്ട്. നമ്മൾ സീ ഫുഡ് ഫെസ്റ്റിനോടനുബന്ധിച്ച് 60 രൂപയ്ക്ക് അഫോർഡബിൾ റേറ്റിൽ 60 രൂപയ്ക്കാണ് നമ്മൾ മീൽസ് കൊടുക്കുന്നത്. 60 രൂപയ്ക്ക്. അയ്യോ, അത് കൊള്ളാമല്ലോ. അതുപോലെ ഫിഷിൻ്റെ എല്ലാ ഐറ്റവും 300 രൂപ താഴെ, ഏറ്റവും ചീപ്പ് റേറ്റിലാണ്, ഏറ്റവും താഴ്ന്ന റേറ്റിലാണ്. അപ്പോൾ ഈ 5-ാം തീയതി എത്ര തീയതി വരെ ഉണ്ട് നമ്മുടെ ഒരു മാസം നമ്മൾ അപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ പൊളിക്കും. ഏത് സാധാരണക്കാരനും 3 സ്റ്റാർ ഹോട്ടലിൽ വന്ന് അഫോർഡബിൾ റേറ്റിൽ പോക്കറ്റിൽ കാലി. 3 സ്റ്റാർ ഹോട്ടലിൽ 60 രൂപയാണ് ഊണ്. സാധാരണ ഒരു കടയിൽ കിട്ടുന്ന അതേ വില മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ ചിലപ്പം ഒന്നും മടിക്കും, അയ്യോ അവിടെ 3 സ്റ്റാർ ഹോട്ടലിലാണ് കയറാൻ പേടിക്കും. അങ്ങനെ പേടിക്കേണ്ട, ധൈര്യമായിട്ട് വരാം, ധൈര്യമായിട്ട് കിടന്നത്. അപ്പോൾ ഈ ഫിഷ് താര ഡിസംബറിൽ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് പൊളിക്കുമെന്നാണ് എൽദോ പറയണത്. അപ്പോൾ ഇന്നത്തെ ഫിഷ് താരയുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ് നമുക്കിത് മൊത്തം എനിക്ക് ടേസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്ക് നോക്കാം. അയ്യോ, വിശാലമായ സാധനങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പലതിൻ്റെ പേരും എനിക്ക് അറിഞ്ഞൂടാ, ഉള്ള കാര്യം പറയാമല്ലോ. ഇത് കേരളയിലുണ്ടാക്കിയ ഒരു സ്റ്റാർട്ടർ ഒരു സാധനമാണ്. അടുത്ത് സിസ്, ഇത് ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം സിസ് റോള്, പിന്നെ അത് ക്രോസോൺ, ഫിഷ് ക്രോസോൺ, അത് കേര, ഇത് നെമ്മീൻ. ഫിഷിൻ്റെ ഒരു ചാകരയാണ് കേട്ടോ ഈ സാധനങ്ങൾ. ഇത് കഴിക്കാത്തൊരു സാധനം നമുക്ക് കഴിച്ചു തുടങ്ങാം, നോക്കട്ടെ. കേരയിലുണ്ടാക്കിയ നെമ്മീൻ്റെ അവസാനം ഞണ്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഫ്ലഷുള്ള കടിച്ച് പൊട്ടിങ്ങനെ ഇത്തിരി ജോലിയുണ്ട്. തവ കരിമീൻ, മുഞ്ച്, കാളാഞ്ചി, ഇത് ടവ കൂന്തൾ, നമ്മളെ കാന്താരി ടവ കൂന്തൾ, ഒരു മസാല കാന്താരി മസാല ഒരു ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. ഒരു രക്ഷയില്ലാതെ. നെയ്മീൻ കാന്താരി ടവ, കരിമീനും ടവ ഐറ്റംസ് ഒരു രക്ഷയില്ല. ഇവിടുത്തെ കരിമീൻ പൊള്ളിച്ച് നോക്കട്ടെ. ആഹാ, തേങ്ങാപ്പാലും റൊട്ടി, നാൻ റൊട്ടി, പ്ലെയിൻ റൈസും, നൂൽ പൊറോട്ട, സാദാ പൊറോട്ട, അപ്പവും, നല്ല ചൂടപ്പവും, കാളാഞ്ചി കറിയുണ്ട് കേട്ടോ. ചൂടപ്പത്തിൽ
കാളാഞ്ചി കറി അങ്ങോട്ട്. കാളാഞ്ചി കറി സൂപ്പർ കേട്ടാ. അയ്യോ രക്ഷയില്ല. കാളാഞ്ചി കറി കറി. അയ്യോ തവ. തവ ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കിയൊന്നും മോശമുള്ള എന്നല്ല പറഞ്ഞ തവയുടെ പരുവം ഒരു രക്ഷയില്ലാത്ത പരുവം. അപ്പം കാളാഞ്ചി കറി. അയ്യോ. അപ്പോൾ മറന്നു വരുത്, ഡിസംബർ 5 മുതൽ ആരംഭിക്കുകയാണ് നമ്മൾ ആലപ്പുഴ പാതിരപ്പള്ളി എൻഗേജ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ ഈ റൂഫ് ഗാർഡനിൽ വന്നിരുന്നാൽ കടലിലെ മത്സ്യങ്ങളുടെ മനോഹരമായ രുചികരമായ വിഭവങ്ങൾ നമുക്ക് കഴിക്കാം. നമ്മൾ ഓങ്ങി വെച്ച നെമ്മീനിൻ്റെ റോളുണ്ട്. എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം, ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ നമ്മൾ ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിലെ പാതിരപ്പള്ളി എൻഗേ ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ വലിയ സൗഹൃദങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് ഫിഷിൻ്റെ ഒരു പുതിയ ഐറ്റമാണ് മോനെ, നെമ്മീൻ കൊണ്ടുണ്ടാക്കിയ സാധനം. കഴിക്കട്ടെ.